മകയിരം, തിരുവാതിര, പുണർദം, മകം, പൂരം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ മിഥുനമാസം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഈ മിഥുനമാസം പിറന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നാം എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയാണ് ജീവിതത്തെ കാണുന്നത്. എന്നാൽ എല്ലാ വ്യക്തികളും വളരെ പ്രതീക്ഷയോടെയാണ് ഈ മിഥുനമാസത്തിന് തുടക്കം കുറിക്കുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഈ 3 രാശിക്കാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും വളരെയധികം വ്യത്യസ്തമായവയും അതിപ്രാധാന്യമറിയിക്കുന്നവയുമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ മിഥുനമാസത്തിൻ്റെ തുടക്കം മുതൽ ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ഈ മിഥുനമാസം പിറന്നിരിക്കുന്നത് മുതൽ ഈ മിഥുനമാസം മുഴുവനായി വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും മാത്രം നിറഞ്ഞു നിന്നിരുന്ന തരത്തിലുള്ള അവസ്ഥകളാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിലും ഈ മിഥുനമാസത്തിലെ ജ്യോതിഷ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് വരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മാസം കഴിയുന്നതിന് മുൻപായി മിഥുനം രാശിക്കാർക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു നേട്ടം കൈവരിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിലും അതല്ല നിങ്ങളുടെ വരുമാന മാർഗം എന്തു തന്നെയായിരുന്നാലും അതിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ചയാണ് ഫലപ്രകാരം കാണുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായി പുതിയ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നിട്ടും പല തടസ്സങ്ങൾ കൊണ്ടും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ മിഥുനമാസത്തിൽ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനുള്ള യോഗം വളരെയധികമാണ്. ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചില പ്രത്യേക പരീക്ഷകൾ എഴുതിയിട്ട് അതിൻ്റെ ഫലത്തിനായി കാത്തിരിക്കുന്ന മിഥുനം രാശിക്കാർക്കും അതുപോലെ തന്നെ ഉടൻ ഒരു ജോലിക്ക് വേണ്ടി ചില പരീക്ഷകൾ എഴുതുവാനിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ ഭാഗ്യകരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചില മാനസിക വിഷമതകളും ഭയവുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേയില്ല. മിഥുനം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള ഭവനങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് വളരെയധികം സന്തോഷിക്കുവാനും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നേട്ടങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന മംഗളകരമായ കാര്യങ്ങളും കണ്ട് മനസ്സ് സന്തോഷിക്കുവാനുള്ള ഭാഗ്യവും മിഥുനം രാശിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്കും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരുള്ള വീടിനെ തേടി വിവാഹം, പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുവാനുള്ള യോഗം എന്നിങ്ങനെയുള്ള പല സന്തോഷ വാർത്തകളും മംഗളവാർത്തകളും ഈ ഒരു മാസം പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടും ഈ മിഥുനമാസം തീരുന്നതിന് മുൻപ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ശമനം കാണുവാൻ കഴിയുകയും
പല സാമ്പത്തിക നേട്ടങ്ങളും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമേ വേണ്ട. ഇനി രണ്ടാമതായി, ഈ മിഥുനമാസത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചകളുമാണ് ഈ ഒരു മിഥുനമാസത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും സങ്കടങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്നുവെങ്കിലും ഈ മിഥുനമാസത്തിൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള യോഗമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് നല്ല രീതിയിൽ പോറ്റി പുലർത്തുവാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാതെ വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. കുടുംബത്തിന് ഒരു നല്ല കാലം വന്നു കാണുവാനായി നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വിജയം നിങ്ങൾക്ക് സമ്മാനിക്കാത്തതിനാൽ ഇപ്പോൾ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഈ മിഥുനമാസത്തിൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില നിക്ഷേപം തുടങ്ങുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയെ ഭദ്രമാക്കുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ചെന്നെത്തുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. ഇനി പ്രത്യേകം ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളെ പറ്റി എടുത്തു പറയേണ്ടത്, ഭവന നിർമ്മാണം തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. എങ്ങനെയെങ്കിലും കുടുംബത്തെയും കൂട്ടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും പുതിയ സ്വന്തമായുള്ള ഭവനത്തിൽ ജീവിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് ഭാഗ്യത്തിൻ്റെ എല്ലാ തുണയും ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് അതിന് ആവശ്യമായ സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം നേരിട്ടിരുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കുകയും മികച്ച ഒരു ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ടും വളരെയധികം മനസ്സമാധാനവും സന്തോഷവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമാണ് ഈ മിഥുനമാസത്തിൽ ചിങ്ങം രാശിക്കാരെ തേടിയെത്തുന്നത്. ഇനി മൂന്നാമതായി, ഈ മിഥുനമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മിഥുനമാസത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വളരെയധികം ശമനമുണ്ടാവുകയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ മകരം രാശിക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് നിങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മറികടന്ന് പരസ്പര സ്നേഹത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വീട്ടിൽ പല വിധത്തിലുള്ള കലഹങ്ങൾ നിലനിന്നിരുന്ന ചില മകരം രാശിക്കാരുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനാൽ തന്നെ കുടുംബത്തിലും സമൂഹത്തിലും തഴയപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. എന്നാൽ ഈ മിഥുനമാസത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ചില ആഗ്രഹങ്ങൾ പോലും സഫലീകരണത്തിലേക്ക് വന്നെത്തും. പ്രത്യേകിച്ച് ചില വസ്തുതർക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില തടസ്സങ്ങൾ നീങ്ങി
എല്ലാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില മകരം രാശിക്കാരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ മിഥുന മാസത്തിൽ നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ജോലികളിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗവും മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്കുണ്ട്. എന്തുകൊണ്ടും മകരം രാശിക്കാർക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള പരിഹാരം കാണുവാനും നിങ്ങൾക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട വ്യക്തികൾക്ക് കൃത്യമായ സമയത്ത് തന്നെ പണം കൊടുത്ത് വീട്ടിൽ സമാധാനമായി ജീവിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് വന്നു ചേരും. നിങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ പോലും മകരം രാശിക്കാരിലേക്ക് ഈ ഒരു സമയത്ത് തിരികെ വന്നു ചേരും. എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 3 രാശിക്കാർക്ക് ഈ മിഥുന മാസം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കാണുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.